സംഭവബഹുലമായ ഒരു ദിനമായിരുന്നു ഇന്ന്. ഇന്ത്യ മുഴുവൻ സമ്പലിലേക്ക് ഉറ്റുനോക്കിയ ഒരു ദിനം. സമ്പലിൽ രാഹുലിനെയും പ്രിയങ്കയെയും തടഞ്ഞ UP ഭരണകൂടം. BJP എന്തിനാണ് പ്രതിപക്ഷ നേതാവിനെ ഇത്ര ഭയക്കുന്നത്? ഇന്ന് സമ്പൽ സന്ദർശിക്കാനെത്തിയ പ്രതിപക്ഷ നേതാവിനെയും MP പ്രിയങ്ക ഗാന്ധിയെയും ഗാന്ധിപൂർ അതിർത്തിയിൽ വെച്ച് തടയുകയായിരുന്നു യോഗി ആദിത്യനാഥിന്റെ പോലീസ്. സമ്പലിൽ രാഹുലിനെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന അധികാര ധാർഷ്ട്യത്തോടെ പ്രഖ്യാപനം നടത്തിയപ്പോൾ ക്യാബിനറ്റ് പദവിയിലുള്ള ഒരു പ്രതിപക്ഷ നേതാവിന്റെ അവകാശങ്ങളോടെ അതിന് പുല്ലുവില കൽപ്പിച്ചാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രതിപക്ഷ MPമാരും സമ്പലിലേക്ക് പുറപ്പെട്ടത്. നമ്മുടെ ഭാരതം മതേതരത്തിന്റെ മഹോന്നതമായ ഒരിടമായാണ് കണക്കാക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മതേതരത്വത്തെ കശാപ്പ് ചെയ്യുന്ന ഒരു ഭരണകൂട അജണ്ടയാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് MP രാഹുൽ ഗാന്ധി രംഗത്തിറങ്ങുന്നത്. ഇന്ത്യയുടെ ആത്മാവായ മതേതരത്വം വീണ്ടെടുക്കാനായി എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറായാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. സമ്പൽ സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സുപ്രീം കോർട്ടിൽ ഒരു ഹർജി ഫയൽ ചെയ്തു. ആരാധനാലയങ്ങളിൽ സർവേ നടത്തരുത്, അത് സുപ്രീം കോടതി സ്റ്റേ നൽകണമെന്നും ആരാധനാലയ സംരക്ഷണ നിയമം പാലിക്കാൻ കോടതി നിർദ്ദേശം നൽകണമെന്നുമായിരുന്നു ഹർജിയിൽ. രാജ്യത്തെ പ്രമുഖ മസ്ജിദുകൾ പിടിച്ചെടുക്കുക തങ്ങളുടെ ലക്ഷ്യമാണെന്ന് വളരെ മുമ്പേ RSSും സംഘപരിവാർ സംഘടനകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ പ്രയോഗവൽക്കരണമാണ് സമ്പൽ ഷാഹി മസ്ജിദിലും ഗ്യാൻബാബി മസ്ജിദിലും മധുര ഈദ്ഗാഹ് മസ്ജിദിലുമെല്ലാം അവർ നടത്തിയത്. യോഗി ആദിത്യനാഥ് ഭരണത്തിൽ കയറിയ കാലം മുതൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും ഹനിക്കുക എന്ന അജണ്ടയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്രം പൊളിച്ചാണ് മുഗൾ ചക്രവർത്തിയായ ബാബർ സമ്പലിലെ ഷാഹി മസ്ജിദ് പണിതതെന്ന് ആരോപിച്ച് സുപ്രീം കോടതി അഭിഭാഷകനും സംഘപരിവാർ സഹകാരിയുമായ വിഷ്ണു ശങ്കർ ജെയിൻ സമ്പൽ പ്രാദേശിക സിവിൽ കോടതിയെ സമീപിച്ചതോടെയാണ് പ്രശ്നത്തിന്റെ തുടക്കം. കേസ് പരിഗണിച്ച കോടതി മറുഭാഗത്തിന് പറയാനുള്ളത് കേൾക്കാതെ സർവേക്ക് ഉത്തരവിടുകയായിരുന്നു. കോടതി ഉത്തരവ് നൽകി മണിക്കൂറുകൾക്കകം കേട്ട പാതി കേൾക്കാത്ത പാതി അഭിഭാഷക കമ്മീഷണർ മസ്ജിദിലെത്തുകയായിരുന്നു. ഭരണകൂടത്തിന്റെ ധൃതി പിടിച്ചതും നീതിന്യായത്തിന് നിരക്കാത്തതുമായ ഈ നടപടിയാണ് പ്രദേശവാസികളെ രോഷാകുലരാക്കിയത്. ഇനി സുപ്രീം കോടതിയിലാണ് ഇരകൾക്ക് പ്രതീക്ഷ. പരമോന്നത കോടതി എത്രയും വേഗത്തിൽ പ്രശ്നത്തിൽ ഇടപെട്ട് നീതി ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു. 4 പേരുടെ മരണത്തിനിടയാക്കിയ വെടിവെപ്പിനെ കുറിച്ച് സമഗ്രവും നീതിപൂർവവുമായ അന്വേഷണമാണ് വേണ്ടത്. രാഹുലിന്റെ നേതൃത്വത്തിൽ ഏറെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് ഇരകളും ഇന്ത്യൻ ജനതയും. പ്രതിപക്ഷ നേതാവ് രാഹുലും MP സോണിയാഗാന്ധിയും MP പ്രിയങ്ക ഗാന്ധിയും നമ്മുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. സമ്പൽ സന്ദർശനം നിഷേധിച്ച രാഹുലും പ്രിയങ്കയും മടങ്ങുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഏറെ സംയമനത്തോടെയാണ്. 5 MPമാരുമായി വന്ന പ്രതിപക്ഷ നേതാവിനെ തടഞ്ഞപ്പോൾ തനിക്കൊറ്റയ്ക്ക് സന്ദർശനാനുമതി നൽകണമെന്ന് രാഹുൽ പറഞ്ഞു. പക്ഷേ അതും അനുവദിക്കാതെ രാഹുലും സംഘവും മടങ്ങണമെന്നായിരുന്നു പോലീസിന്റെയും അധികാരികളുടെയും ആവശ്യം. ഒരു സംഘർഷത്തിന് ഇടം കൊടുക്കാതെ രാഹുൽ ഭരണഘടനാ സംരക്ഷണ പോരാട്ടം തുടരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവിടെ നിന്നും മടങ്ങുന്നത്. സമ്പലിൽ സംഭവിച്ചത് വലിയ തെറ്റ് തന്നെയാണ് എന്ന് പ്രിയങ്ക ഗാന്ധി MPയും പ്രതികരിച്ചു. യോഗി ആദിത്യനാഥ് രാഹുലിനെ ഇങ്ങനെ ഭയക്കുന്നത് എന്തിനാണ് എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. രാഹുലും സംഘവും മടങ്ങിയെങ്കിലും അണിയറയിൽ ഒരു കുതിപ്പിന് കോപ്പ് കൂട്ടുന്നുണ്ട് എന്നതിൽ ഒരു സംശയവും വേണ്ട. തലമറന്ന എണ്ണ തേക്കുന്ന BJPക്ക് തല ഇനി ഉണ്ടോ എന്ന് തപ്പിയാലും കിട്ടാത്ത സ്ഥിതിയാവും. കൂടുതൽ വാർത്തകൾ ലഭ്യമാകാൻ ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനബിൾ ചെയ്യാനും മറക്കരുത്.